ഹലോ ഫ്രണ്ട്സ്, ഈ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫിസിക്സിൻ്റെ ചാപ്റ്റർ 1 സർക്കുലർ മോഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനകത്ത് സർക്കുലർ മോഷൻ എന്താണെന്ന് ആദ്യം ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ എലോൺ ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ. ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസിൽ കൂടെ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ മോഷനെയാണ് എന്ത് പറയുന്നത്, സർക്കുലർ മോഷൻ എന്ന് പറയുന്നത്. എർത്തും മൂണും അല്ലെങ്കിൽ നമ്മുടെ ബെസ്റ്റ് എക്സാമ്പിൾ സൺ ആൻഡ് പ്ലാനറ്റ്. സണ്ണും പ്ലാനറ്റുകളും തന്നിട്ട് സണ്ണിന് ചുറ്റും പ്ലാനറ്റ് കറങ്ങുന്നില്ലേ, അതൊരു ബെസ്റ്റ് എക്സാമ്പിളാണ്. പിന്നെ ആറ്റംസ് ആൻഡ് ഇലക്ട്രോൺ, പിന്നെ സർക്കുലർ ട്രാക്ക്, സർക്കുലർ റൈഡ് എന്ന് നമ്മൾ അമേസിംഗ് പാർക്കിലൊക്കെ പോകുമ്പോൾ സർക്കുലർ റൈഡ് ചെയ്യത്തില്ലേ, അതൊക്കെ ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ്. ഇത് യൂണിഫോം സർക്കുലർ മോഷൻ എന്താണെന്ന് ചോദിച്ചാൽ, സർക്കുലർ മോഷൻ എന്തോ അതൊരു കോൺസ്റ്റൻറ്റ് സ്പീഡിലാണ് നടക്കുന്നതെങ്കിൽ അതിനെ യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയും. സർക്കുലർ മോഷൻ എന്താണ് നമ്മൾ പഠിച്ചത്? മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ എലോൺ ഇൻ ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ. ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസിൽ കൂടെ ഒരു പാർട്ടിക്കിളിൻ്റെ മോഷൻ അതൊരു കോൺസ്റ്റൻറ്റ് സ്പീഡിലാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയും. അതിനകത്ത് കീ വേർഡാണ്, കീ സെൻറ്റൻസ് ആണ് താഴെ കൊടുക്കുന്നത്. ദെയർ ഈസ് എ നോ ചേഞ്ച് ഇൻ സ്പീഡ്, ഓൺലി എ ചേഞ്ച് ഇൻ ഡയറക്ഷൻ. അത് നമ്മൾ എപ്പോഴും പഠിച്ചു വെച്ചേക്കുന്നത്. യൂണിഫോം സർക്കുലർ മോഷൻ ചോദിക്കുകയാണെങ്കിൽ കാര്യം എഴുതണം. നോ ചേഞ്ച് ഇൻ സ്പീഡാണ്, പക്ഷേ എന്തിനാണ് ഒരു ചെറിയ ചേഞ്ച് അല്ലെങ്കിൽ ഓൺലി എ ചേഞ്ച്, ഒരു ചേഞ്ച് ഉണ്ടാവുന്നത് എന്തിനാണ്? ഡയറക്ഷനിൽ മാത്രം. പിന്നെ ഇക്വി ആംഗുലർ ആക്സിസ് ആയിരിക്കും എന്തിനുള്ളത്? യൂണിഫോം സർക്കുലർ മോഷന്. അതാണ് അവിടെ ഫിഗറിൽ കാണിച്ചിരുന്നത്. ഇനി ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ദ ആംഗിൾ സസ്പെൻഡഡ് ബൈ ദ ആർക്ക് ഓഫ് മോഷൻ ആറ്റ് ദ സെൻറ്റർ ഓഫ് സർക്കുലർ പാത്ത്. ഒരു സർക്കുലർ പാത്തിൻ്റെ സെൻറ്ററിൽ ഒരു ആംഗിള് കാണിക്കുന്നു. ആർക്ക് ഓഫ് മോഷൻ്റെ സഹായത്തോടെ ഒരു ആംഗിള് കിട്ടുന്നതിനെയാണ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിന് അവിടെ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്, റൈറ്റ് സൈഡിലുള്ള ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ആ ഫിഗറിൽ നോക്കിയിട്ട് ആംഗിളായിട്ട് ഒരു തീറ്റ കൊടുത്തിട്ടുണ്ട്. ഒരു സ്റ്റാർട്ടിംഗ് പൊസിഷനും ഒരു എൻഡിങ് പൊസിഷനും കാണിച്ചിട്ടുണ്ട്. അവിടെ ഉണ്ടാകുന്ന ആർക്കാണ് എന്ത്? ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റ എന്ന് ആംഗിൾ കാണിച്ചിട്ടുണ്ട്. അവിടെ തൊട്ട് ആ പോയിന്റ് ആ ആർക്ക് ഫോം ചെയ്യുന്ന അതിനെ നമ്മൾ എസ് അഥവാ ആർക്ക് ലെങ്ത് എന്ന് വിളിക്കുന്നു. പിന്നെ അതിൻ്റെ റേഡിയസ് സ്മോൾ ആർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സിൻസ് ഫോർ എ ഫുൾ സർക്കിൾ എസ് ഇസ് ഈക്വൽ ടു 2πr. ഒരു ഫുൾ സർക്കിൾ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ആർക്ക് ലെങ്ത് അങ്ങനെ എഴുതും, 2πr എന്ന് എഴുതും. അങ്ങനെ ദെൻ 2πr റേഡിയൻ എന്ന് ചോദിച്ചാൽ 360 ഡിഗ്രിയാണ്. അന്നേരം 1 റേഡിയൻ എന്ന് ചോദിച്ചാൽ 180 ഡിഗ്രി ബൈ π ഡിഗ്രീസ് ആയിരിക്കും. അന്നേരം അത് ഏകദേശം 57.3 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്കൊരു ആംഗിൾ തന്നിട്ടുണ്ട്. നമുക്ക് ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ആംഗിൾ കിട്ടും. ഒരു ആംഗിൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റിൽ ആംഗിൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ആർക്ക് ലെങ്ത് ഡിവൈഡ് ബൈ റേഡിയസ്. ഓക്കെ, ഇനി അതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. തീറ്റ ഈസ് ഈക്വൽ ടു ഒരു ആംഗിൾ തന്നിട്ടുണ്ടായിരുന്നു, അല്ലെ നമ്മൾ അതിനെ ആർക്ക് ലെങ്തുമായിട്ട് റേഡിയസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. യൂണിറ്റ് ഓഫ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് റേഡിയൻ. ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് എന്താണ്? റേഡിയൻ ആണ്. അത് പഠിച്ച് വെച്ചേക്കുക. എവിടെയും ചോദിക്കും ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിഫൈൻ ചെയ്യാൻ ചോദിക്കുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ സഹിതം നിങ്ങൾക്ക് എഴുതാൻ ഫുൾ മാർക്ക്, അതുപോലെ യൂണിറ്റ് ഫുൾ മാർക്ക് കിട്ടും. ഇറ്റ് ഈസ് ഡിനോട്ട് ബൈ റാഡ്. ഇതിനെ നമ്മൾ റേഡിയൻ ആണ് അതിൻ്റെ യൂണിറ്റ്, ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ്. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് റാഡ്, RAD എന്നാണ്. ഓക്കെ, ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി ആംഗുലർ വെലോസിറ്റി ഒമേഗ എന്ന W പോലത്തെ ഒരു ലെറ്ററാണ്. ഒമേഗ എന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ ആംഗുലർ വെലോസിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നോക്കാം. The rate of which the angular displacement is taking place is called angular velocity. The rate of which angular displacement, ഒരു ടൈമിൽ എത്ര ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുന്നു, റേറ്റ് എത്ര ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുന്നു, ആ പ്രോസസ്സിന് ടേക്കിംഗ് പ്ലേസ് നടക്കുന്നു, അതിനെ പറയുന്ന പേരാണ് ആംഗുലർ വെലോസിറ്റി. അന്നേരം നമുക്ക് അതിനെ ബേസ് ചെയ്ത് തന്നെ നമ്മൾ ഇക്വേഷൻ എഴുതാം. നമുക്ക് വെറും ലീനിയർ മോഷൻ്റെ ഇതായിട്ട് നമുക്ക് ലീനിയർ വെലോസിറ്റി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമായിരുന്നു? ഡിസ്പ്ലേസ് നമ്മൾ അങ്ങനത്തെ ഇക്വേഷൻസ് വെച്ച് കണ്ടുപിടിക്കായിരുന്നു. ഇവിടെ ആണെങ്കിൽ നമുക്ക് എന്താണ് ആംഗുലർ വെലോസിറ്റി കണ്ടുപിടിക്കും. W അല്ല, ഒമേഗ ഈസ് ഈക്വൽ ടു ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്. ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്ററാണ് തീറ്റ. നമ്മൾ അപ്പുറത്ത് പഠിച്ചു, തീറ്റ ബൈ ടി. റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുമ്പോൾ ടൈമിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് ഒമേഗ ഈസ് ഈക്വൽ ടു തീറ്റ ബൈ ടി.
യൂണിറ്റ് ഓഫ് ആംഗുലർ വെലോസിറ്റി എന്ന് ചോദിച്ചാൽ റേഡിയൻ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, ഇനി സ്പീഡ് നമ്മളിതെല്ലാം ലീനിയർ മോഷനിലും പഠിക്കുന്നതാണ്. ഇതിപ്പം റൊട്ടേഷണൽ മോഷൻ ആയതുകൊണ്ടാണ് ആംഗുലർ വെലോസിറ്റി ചേർത്ത് നമ്മളിവിടെ പഠിക്കുന്നത്. ഓക്കെ, ദ റേറ്റ് ഓഫ് അറ്റ് വിച്ച് ഡിസ്റ്റൻസ് കവർഡ് ഇൻ കാൾഡ് സ്പീഡ്. ഒരു ഇത്ര ടൈമിൽ ഇത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു അതിനെയാണ് നമ്മൾ സ്പീഡ് എന്ന് പറയുന്നത്. സ്പീഡിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് ആംഗുലർ സ്പീഡിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് V = S/T/S ഡിസ്റ്റൻസ് ഹീറ്റ് റേറ്റ് അറ്റ് വിച്ച്, അതാണ് റേറ്റ് ഓഫ് വിച്ച് ദ ഡിസ്റ്റൻസ് കവേർഡ് ഈസ് കാൾഡ് സ്പീഡ് എന്നാണ് പറയുന്നത്. ആ റേറ്റിനെയാണ് ടൈം എന്നെടുത്തത്. ഓക്കെ, യൂണിറ്റ് ഓഫ് ലീനിയർ സ്പീഡ് ഈസ് മീറ്റർ പെർ സെക്കൻഡ്. ലീനിയർ സ്പീഡിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. അത് തന്നെയാണ് ഇവിടുത്തെയും ഇതിൻ്റെ യൂണിറ്റ്. റിലേഷൻ ബിറ്റ്വീൻ സ്പീഡ് ആംഗുലർ വെലോസിറ്റി. ആംഗുലർ വെലോസിറ്റി ഒമേഗയാണ്, സ്പീഡ് V ആണ്. അത് തമ്മിലുള്ള റിലേഷൻ എന്താണ്? V സ്പീഡ് is equal to R omega, R ആംഗുലർ വെലോസിറ്റി. സ്പീഡ് is equal to R ആംഗുലർ വെലോസിറ്റി. നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? V is equal to R omega. ഇനി പീരീഡ് എന്താണെന്ന് എളുപ്പമാണ് പഠിക്കാൻ. ദ ടൈം ടു ഗോ once around the circle is called period. റൊട്ടേഷണൽ മോഷൻ ആയതുകൊണ്ട് നമുക്ക് പീരീഡിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ദ ടൈം ടു ഗോ വൺസ് അറൗണ്ട് ദ സർക്കിൾ ഈസ്, ഒരു സർക്കിളിനെ ചുറ്റി വരാനുള്ള ടൈം, അതിനെയാണ് പീരീഡ് എന്ന് പറയുന്നത്. യൂണിറ്റ് ഓഫ് പീരീഡ് T ആണ്. പീരീഡ് സെക്കൻഡാണ്. പീരീഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ ആണ് എന്ത്? T. ഇനി ഫ്രീക്വൻസി, റൊട്ടേഷണൽ മോഷൻ ആയതുകൊണ്ട് അവിടെയും എന്താണ്? റൊട്ടേഷനാണ് കാണിക്കുന്നത്. ദ നമ്പർ ഓഫ് റൊട്ടേഷൻ പെർ യൂണിറ്റ് ടൈം, ഒരു യൂണിറ്റ് ടൈമിലുള്ള നമ്പർ ഓഫ് റൊട്ടേഷനെയാണ് എന്ത് പറയുന്നത്? ഫ്രീക്വൻസി. അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ N. അതായത് നമുക്കിനി റിലേഷൻ ബിറ്റ്വീൻ പീരീഡ് ആൻഡ് ഫ്രീക്വൻസി എങ്ങനെ എഴുതാൻ നോക്കാം. ഫ്രീക്വൻസി ഇസ് ദ റെസിപ്രോക്കൽ ഓഫ് പീരീഡ്. ഫ്രീക്വൻസി എന്ന് ചോദിച്ചാൽ സ്പീഡിൻ്റെ റെസിപ്രോക്കലാണ്. അതുകൊണ്ട് നമുക്ക് ഫ്രീക്വൻസി N = 1/T എന്ന് എഴുതാം. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്ന റിലേഷൻ ബിറ്റ്വീൻ T ആൻഡ് N. പീരീഡ് ആൻഡ് ഫ്രീക്വൻസി, പീരീഡിൻ്റെ ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷനാണ് N = 1/T. ഓക്കെ, ഇനി റിലേഷൻ ബിറ്റ്വീൻ ഒമേഗ ആൻഡ് T, ആംഗുലർ വെലോസിറ്റി ആൻഡ് പീരീഡ്. അതിൻ്റെ ഇതാണെങ്കിൽ T = 2π ഒമേഗ. 2π ഒമേഗ അല്ല, 2π/ω. ഡിവൈഡ് ബൈ ആണ് അവിടെ കൺസെപ്റ്റ്. T = 2π/ω. ഇനി റിലേഷൻ ബിറ്റ്വീൻ ഒമേഗ ആൻഡ് N, ഫ്രീക്വൻസിയും ആംഗുലർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ W ഒമേഗ = 2πN, 2π ഫ്രീക്വൻസി. ഇനി ആംഗുലർ ആക്സലറേഷൻ റിപ്രസെൻറ്റ് ചെയ്തേക്കുന്നതെന്ന് ചോദിച്ചാൽ ലെറ്റർ ആൽഫയാണ്. അത് കണ്ടിട്ട് A എന്നൊന്നും തെറ്റിദ്ധരിക്കരുത്, ആൽഫയാണ് അവിടെ കാണിച്ചേക്കുന്നത്. ഓക്കെ, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ വെലോസിറ്റി ഈസ് കാൾഡ് ആംഗുലർ ആക്സലറേഷൻ. ആംഗുലർ വെലോസിറ്റിയിലെ ടൈം അനുസരിച്ചുള്ള ചേഞ്ചിനെയാണ് എന്ത് പറയുന്നത്? ആംഗുലർ ആക്സലറേഷൻ എന്ന് പറയുന്നത്. ആൽഫ = ഡെൽറ്റ ഒമേഗ ബൈ ഡെൽറ്റ T. അതിനെ നമുക്ക് എഴുതാം ω2 - ω1 ബൈ T2 - T1. രണ്ട് ടൈം അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആംഗുലർ വെലോസിറ്റി ലീനിയർ മോഷനിൽ പറയുകയാണെങ്കിൽ രണ്ട് വെലോസിറ്റീസ് ഉണ്ട്, ഇനിഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റി. അതാണ് ഇവിടെ ആംഗുലർ വെലോസിറ്റിയിൽ ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ട്, ഫൈനൽ വെലോസിറ്റി ω2 ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ബൈ ഫൈനൽ ടൈം മൈനസ് ഇനിഷ്യൽ ടൈം. അതാണ് അവിടെ ചെയ്തേക്കുന്നത്. ആൽഫ = ω2 - ω1 ഡിവൈഡ് ബൈ T2 - T1. യൂണിറ്റ് ഓഫ് ആംഗുലർ ആക്സലറേഷൻ റാഡ്സ് പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ലീനിയർ മോഷൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരുന്നുവെങ്കിൽ ഇവിടെ ആംഗുലർ ആക്സലറേഷനിൽ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിന് പകരം റേഡിയൻ ആയിരുന്നു നമ്മുടെ ആംഗുലർ വെലോസിറ്റി എടുത്ത് പറഞ്ഞത്. അന്നേരം റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി നമുക്ക് ആംഗുലർ ആക്സലറേഷൻ ലീനിയർ ആക്സലറേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ലീനിയർ മോഷനിൽ പഠിച്ച കാര്യം. ഇപ്പോൾ ആംഗുലർ ആക്സലറേഷനും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ചോദിക്കുക. അവിടെ നമ്മൾ A ആയിരുന്നു ഉപയോഗിച്ചത്. A = R∝. ഇവിടെ ആൽഫ ആയിരുന്നുകൊണ്ട് R∝. നമ്മുടെ സ്പീഡിന് തികച്ചും യോജിച്ചതുപോലെ തന്നെയാണ്. സ്പീഡ് നമ്മൾ പഠിച്ചാൽ V = R⍵. ഇവിടെ നമ്മൾ A = R∝. ഓക്കെ, ഇക്വേഷൻസ് ഓഫ് ആംഗുലർ മോഷനും ഇക്വേഷൻ ഫോർ ലീനിയർ മോഷനും നമ്മളത് കഴിഞ്ഞ
സെമസ്റ്ററിൽ ഒന്നാമത്തെ സെമ്മിൽ നമ്മൾ പോളിടെക്നിക്കാർ പഠിച്ച കാര്യമാണ് ഇക്വേഷൻസ് ഓഫ് ലീനിയർ മൊമെൻറ്റം. ബി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി, അതുപോലെ തന്നെ എസ് ഇസ് ഈക്വൽ ടു യു പ്ലസ് ഹാഫ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2a ഇതൊക്കെ. അപ്പോൾ നമ്മൾ ആംഗുലാർ മോഷനിൽ അത് വരുമ്പോൾ എങ്ങനെ വരും? യു ഉള്ളിടത്തെല്ലാം എന്ത് വരും? ഒമേഗ വരും. അത് യു എന്ന് വെച്ചാൽ യു കഴിഞ്ഞാൽ പിന്നെ എന്താ വരുന്നത്? എസ്. അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? എസ്സിന് ഇവിടെ എന്താ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത് നമുക്ക് ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ ആംഗുലാർ വെലോസിറ്റി, ആംഗുലാർ മൊമെൻറ്റും ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആംഗുലാർ ആക്സിലറേഷനും ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ എയുടെ സൈഡിൽ അതിട്ട് കൊടുക്കണം, യുവിൻ്റെ സൈഡിൽ അങ്ങനെ ഇട്ട് കൊടുക്കണം. ഓക്കെ, നമ്മൾ വി റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യത്തെ ഇക്വേഷൻ എടുത്തു, വി ഈക്വൽ ടു യു പ്ലസ് എ ടി. അതുതന്നെയാണ് അപ്പുറത്തും എടുത്തേക്കുന്നത്. ആംഗുലാർ മൊമെൻറ്റത്തിൽ അത് വരുമ്പോൾ ഇനിഷ്യൽ മൊമെൻറ്റത്തെ നമ്മൾ യു ആയിട്ടായിരുന്നു ലീനിയർ മോഷനിലെടുത്ത്, ഫൈനൽ മൊമെൻറ്റത്തെ വി ആയിട്ടായിരുന്നു അവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ ഫൈനൽ മൊമെൻറ്റത്തെ ഒമേഗ 2 എന്നെടുക്കും, ഇനിഷ്യൽ മൊമെൻറ്റത്തെ ഒമേഗ 1 എന്നെടുക്കും. പ്ലസ് എ നമ്മളിപ്പോൾ തൊട്ട് കൊണ്ട് പഠിച്ചു നോക്കിയാൽ ആൽഫ ഇൻറ്റു ടി തന്നെയാണ്, എവിടെ ആയാലും ടൈം ടി തന്നെയാണ്. അന്നേരം ഒമേഗ 2 ഇസ് ഈക്വൽ ടു ഒമേഗ 1 പ്ലസ് ആൽഫ ടി. ഇൻ ലീനിയർ മോഷൻ വി ഇസ് ഈക്വൽ ടു യു പ്ലസ് ടി ആണ്, യു പ്ലസ് എ ടി ആണ് ഇക്വേഷൻ. ഇൻ ആംഗുലാർ മോഷൻ വരുമ്പോൾ ഒമേഗ 2 ഇസ് ഈക്വൽ ടു ഒമേഗ 1 പ്ലസ് ആൽഫ ടി ആവും. ഓക്കെ, ഇനി തീറ്റ ഇസ് ഈക്വൽ ടു ഒമേഗ 1 ടി പ്ലസ് ഹാഫ് ആൽഫ ടി സ്ക്വയർ ആണെങ്കിൽ ഇൻ ലീനിയർ മോഷൻ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആയിരുന്നു. അത് ആംഗുലർ മോഷനിൽ വന്നപ്പോൾ തീറ്റ ഇസ് ഈക്വൽ ടു ഒമേഗ 1 യു ആയിരുന്നുകൊണ്ടാണ് ഒമേഗ 1 വന്നത്. ഇനിഷ്യൽ വെലോസിറ്റി ഇൻറ്റു ടൈം പ്ലസ് ഹാഫ് എക്ക് പകരം ഇവിടെ നമ്മളിപ്പോൾ പഠിച്ച ആൽഫ ഇൻറ്റു ടി സ്ക്വയർ. ഇനി ബി സ്ക്വയർ ഇസിക്കൽ ടു യു സ്ക്വയർ പ്ലസ് 2as ആയിരുന്നു. ഇവിടെ നമ്മളിപ്പോൾ ഒമേഗ ആംഗുലർ മോഷനിൽ നമ്മളെങ്ങനെ അത് പഠിക്കുന്നത്? ബി സ്ക്വയർ എന്ന് ചോദിച്ചാൽ ഫൈനൽ വെലോസിറ്റിയാണ്. അതുകൊണ്ട് v2ൻ്റെ സ്ക്വയർ ഇസിക്കൽ ടു v1 സ്ക്വയർ, യു സ്ക്വയർ എന്ന് വെച്ചാൽ ഇനിഷ്യലിൻ്റെ സ്ക്വയർ, ഒമേഗ 1ൻ്റെ സ്ക്വയർ പ്ലസ് ആൽഫയുടെ അവിടെ ആക്സിലറേഷൻ്റെ അവിടെ ആൽഫ കൊടുത്തു, തീറ്റയുടെ അവിടെ എസിൻ്റെ അവിടെ എന്ത് ചെയ്തു? തീറ്റ കൊടുത്തു, 2 ആൽഫ തീറ്റ എന്ന് വരും. അന്നേരം ആ ഇക്വേഷൻ എങ്ങനെ വരും? w2ൻ്റെ സ്ക്വയർ ഇസിക്കൽ ടു w1ൻ്റെ സ്ക്വയർ പ്ലസ് 2 ആൽഫ തീറ്റ എന്ന് വരും. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം.